ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചുരിദാർ മെറ്റീരിയലിൻ്റെ അസോർട്ടഡ് കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കളക്ഷൻസാണ്. ഡിഫറെൻറ്റ് ഫാബ്രിക്കിലും ഡിഫറെൻറ്റ് പാറ്റേണിലും ഒക്കെ വരുന്ന ഐറ്റംസ് കാണിക്കുന്നുണ്ട്. ജോർജറ്റിലുണ്ട്, വിചിത്ര സിൽക്കിലുണ്ട്, അതുപോലെ തന്നെ നെറ്റ്കോട്ട ഫാബ്രിക്കിൽ തന്നെ 2 പാറ്റേൺസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവണ്ണയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വരുന്ന ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരിക. ഇതിൻ്റെ യോക്ക് പോർഷൻ എംബ്രോയിഡറി വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബേജും അതുപോലെ തന്നെ ബ്രൗണിൻ്റെയും കൂടെ കോമ്പിനേഷനിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോട്ടം വരുന്നത് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ്. ഇതിനോടുകൂടി പെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്രാസോ ദുപ്പട്ടയാണ്. ഗ്രീൻ കളറിൽ തന്നെയാണ് വരിക. നല്ല ലെങ്ത്തും വിഡ്ത്തും വരുന്ന ദുപ്പട്ടയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1295 ആണ്. അടുത്ത ഇതിൻ്റെ കളർ ചേഞ്ച് ഡാർക്ക് മെറൂൺ ഷെയ്ഡിലേക്കാണ് വരിക. ഇതെല്ലാം ജോർജറ്റ് ഫാബ്രിക് ആണ്. ഈ ഒരു റെയിനി സീസണിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ആയിട്ടാണ്. യോക്ക് പോർഷനിലേക്ക് ഹെവി ആയിട്ട് കുഞ്ഞു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് വരിക. ബോട്ടം പ്ലെയിൻ ആയിട്ട് വരും. സെയിം കളറിൽ തന്നെ ബ്രാസോ ദുപ്പട്ട വരുന്നു. 1295 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ്. ഒരു സെയിം പാറ്റേൺ കേട്ടോ. 4 ഷെയ്ഡാണ് ഈ ഒരു ഐറ്റത്തിൽ നമുക്ക് വന്നിരിക്കുന്നത്. ഇതിലെ ഒരു എംബ്രോയിഡറി വർക്കൊക്കെ കാണാൻ നല്ല ഫിനിഷിങ്ങിലാട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രാസോ ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. റേറ്റ് 1295. അടുത്തൊരു കോഫി ബ്രൗണിൻ്റെ ഒക്കെ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ജോർജറ്റ് ഫാബ്രിക് തന്നെ. ബോട്ടം പ്ലെയിൻ ഷാൻഡൂൺ ഫാബ്രിക്കിലേക്ക് വരും. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ. റേറ്റ് വരുന്നത് 1295. അടുത്തത് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നതാണ്. നമ്മൾ വിചിത്ര സിൽക്കിൽ കുർത്തീസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നത് ഫസ്റ്റ് ടൈമാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ. യോക്ക് പോർഷൻ വരുമ്പോഴത്തേനും ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. പിങ്കിൻ്റെയും ഗ്രീൻ്റെയും ഒക്കെ കോമ്പിനേഷൻ വരും. കൂടാതെ ഇതിൻ്റെ ബോഡി പോർഷൻ ഫുള്ളായിട്ട് ടോൺ ടു ടോൺ ഷെയ്ഡിലേക്ക് എംബ്രോയിഡറി വർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബോട്ടം സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നതും വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ്. നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെ വരുന്ന ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ 2 സൈഡ് സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. 1 സൈഡിൽ നല്ല റിച്ച് ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരും. കൂടാതെ സ്കാറ്റേഡ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരും. ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1309. ഇനി ഇതിൻ്റെ 4 ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. ആ ഒരു പാറ്റേൺ സെയിം ആണ്. ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഈ ഒരു ടോട്ടൽ ടോൺ ഷെയ്ഡ് എംബ്രോയിഡറി വർക്കും ടോപ്പ് പോർഷനിലേക്ക് നല്ല റിച്ച് ആയിട്ട് ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും വരും. ബോട്ടം സെയിം കളർ പ്ലെയിൻ. ദുപ്പട്ടയിലും എംബ്രോയിഡറി വർക്കും സ്കാലപ്പ് വർക്കും ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 1309 ആണ് റേറ്റ് വരുന്നത്. അടുത്തതും മെറൂണിലേക്ക് ഒരു ഷെയ്ഡിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 കളർ ചാർട്ടിലാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കളറൊക്കെ സെലക്ട് ചെയ്യുക. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ലാവൻഡർ ആണ്. ഈ ഒരു വിചിത്ര സിൽക്ക് എല്ലാ പ്രാവശ്യം നമ്മൾ കാണുന്നതിനൊക്കെ ഡിഫറൻ്റ് ആയിട്ട് നല്ല ഭംഗിക്കായിട്ടോ വന്നിരിക്കുന്നത്. യോക്ക് പോർഷനിലും അതുപോലെ തന്നെ ബോഡി പോർഷൻ ഫുള്ളായിട്ടും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. 1309 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് നെറ്റ്കോട്ട ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡ്. ഇതും ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പിങ്കിൽ ഇതിൻ്റെ ഹെം ഏരിയയിലേക്ക് വരുമ്പോഴത്തേന് നല്ല റിച്ച് ആയിട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ടോൺ ഷെയ്ഡിലേക്കാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. അതും ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരും. അതുപോലെ തന്നെ ഹെം ഏരിയ സ്കാലപ്പ് വർക്കും ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ടയിലും സൈഡ്സിൽ ഇതുപോലെ ആ ഒരു സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ എൻഡ് പോർഷനിലേക്ക് ലേസ് വർക്ക് വരുന്നുണ്ട്. 2 സൈഡ് സ്കാലപ്പ് വർക്കും ഹെവി എംബ്രോയിഡറി വർക്കും ആയിട്ടാണ് ഈ ഒരു സെറ്റ് വന്നിരിക്കുന്നത്. ബോട്ടം സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. നല്ല ഡിഫറെൻറ്റ് ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഒരു യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. 1390 പ്രൈസ് റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് കാണിക്കുന്നത്. ഒരു ബ്ലൂവും ഗ്രീനൂടെയൊക്കെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് റയർ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതിൻ്റെ ആ ഒരു ലോവർ പോർഷൻ ആട്ടോ ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഹെം ഏരിയ സ്കാലപ്പ് വർക്കും ചെയ്തിട്ടുണ്ട്. ഒതുങ്ങിയിരിക്കുന്ന ഒരു ഫാബ്രിക് തന്നെയാണ്. ദുപ്പട്ടയിലും ആ ഒരു സെയിം വർക്കുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. കൂടാതെ എൻഡ് പോർഷൻ ലൈസ് വർക്ക് വരുന്നുണ്ട്. ബോട്ടം പ്ലെയിൻ ആയിട്ട് വരും. 1390 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് ഒരു ഗ്രീൻ്റെ ഷെയ്ഡാണ്. ഇതൊക്കെ റയർ ആയിട്ടുള്ള കളർ ചാർട്ടാട്ടോ. ഗ്രീൻ്റെ പല ഷെയ്ഡ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു റയർ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരിക. ആ ഒരു ലോവർ പോർഷൻ ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരും. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ദുപ്പട്ടയിലും നല്ല റിച്ച് ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഒരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ടാണേലും യൂസ് ചെയ്യാൻ പറ്റും. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. 1390 ആണ് റേറ്റ് വരുന്നത്. അടുത്തതിൻ്റെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ ആണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ ആണ്. ഫാബ്രിക് വരുന്നത് നെറ്റ്കോട്ടയാണ്. ഹെവി ആ ഒരു എംബ്രോയിഡറി വർക്ക് ലോവർ പോർഷനിലേക്ക് വരും. ദുപ്പട്ടയും എംബ്രോയിഡറി വർക്ക് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം പ്ലെയിൻ. 1390 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്.
നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നൊരു പിങ്കിഷ് ലാവൻഡർ ഷെയ്ഡാണ്. ചെറിയൊരു ലാവൻഡർ ടച്ച് കൂടെ വന്നിരിക്കുന്ന പിങ്കിൻ്റെ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇതിൽ വന്നിരിക്കുന്ന എല്ലാ കളേഴ്സും തന്നെ ഒരു റയർ ചാർട്ടിലേക്കാട്ടോ. നമ്മൾ ഈ ഒരു ഷെയ്ഡ് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും കാണുന്നതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റയർ ഷെയ്ഡ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് അതുപോലെ സ്കാലപ്പ് വർക്കും എംബ്രോയ്ഡറി വർക്കും ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം പ്ലെയിൻ 1390 ആണ് റേറ്റ് വരുന്നത്. അടുത്ത വീണ്ടും നെക്കോട്ട ഫാബ്രിക് തന്നെയാണ്. നമ്മൾ സാരീസിലൊക്കെ എപ്പോഴും കാണുന്ന പോലെ എംബ്രോയ്ഡറി വർക്കും അക്കോബ വർക്കും അതോടൊപ്പം തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. ഇതിൻ്റെ മിഡിൽ പോർഷനിലേക്ക് ഈ ഒരു വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിക്ക് നമ്മൾ സാരീസ് നെക്കോട്ടയിൽ എപ്പോഴും ചെയ്യുന്ന ആ ഒരു പാറ്റേണിലേക്കാട്ടോ ഇതിൻ്റെ ഒരു ചുരിദാർ മെറ്റീരിയൽസ് വന്നിരിക്കുന്നത്. മിഡിൽ പോർഷനിൽ മറ്റൊരു ഡിസൈൻ പാറ്റേണും സൈഡിലേക്ക് ഇതുപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരും. ഫുള്ളായിട്ട് അക്കോബ വർക്കും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കും ആയിട്ടാണ് വരിക. ബോട്ടം ഇതുപോലെ സെയിം കളർ പ്ലെയിൻ ആയിട്ട് വരും. അതുപോലെ ഇതിൻ്റെ ദുപ്പട്ടയും ഫുള്ളായിട്ട് വർക്കും അതുപോലെ തന്നെ സൈഡിലേക്ക് ലേസ് വർക്കൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. എമ്മേരി വരുമ്പോഴത്തേനൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ പാറ്റേൺ അല്ല, ലോവർ പോർഷൻ വരുമ്പോഴത്തേനും നല്ല ഭംഗിയുള്ള ഡിസൈൻ പാറ്റേൺ. 4 സൈഡും ഇതുപോലെ ലേസ് വർക്കും വരുന്നുണ്ട്. ഈ ഒരു ബ്യൂട്ടിഫുൾ സെറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1689 ആണ്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് പിങ്ക് ആണ്. നേരത്തെ കാണിച്ച പോലെ തന്നെ മിഡിൽ പോർഷനിൽ വരുന്ന ഈ ഒരു ഡിസൈൻ പാറ്റേണും സൈഡിലേക്ക് ഇതുപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരും. നെക്കോട്ട ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും അക്കോബ വർക്കൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റുകളാണ്. അതുപോലെ തന്നെ ദുപ്പട്ടയും ഫുള്ളിയും ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത്. 1689 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് ലാവൻഡർ ടോണിലേക്കാണ്. പാറ്റേൺ സെയിം തന്നെയാണ്, ആ ഒരു കളറിലാണ് ഡിഫറൻസ് വരിക. 2 സൈഡും മിഡിൽ പോർഷൻ ഈ ഒരു ഡിസൈൻ പാറ്റേണും ആയിട്ട് വരും. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെയാണ്. റേറ്റ് വരുന്നത് 1689. അടുത്തത് മറൂൺ ആൻഡ് പീച്ച് കളർ കോമ്പിനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതോടൊപ്പം അക്കോബ വർക്ക് വരുന്നുണ്ട്, എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ ഡിസൈൻ പാറ്റേണിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് ഈ ഒരു നെക്കോട്ട ഫാബ്രിക്കിലേക്ക് വരുന്നത്. ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം കളർ പ്ലെയിൻ ആയിട്ടായിരിക്കും. സൈഡ് ഇത് മിഡിൽ പോർഷനാണ് വരിക. സൈഡിലേക്ക് ഇതുപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും അക്കോബ വർക്കും ആയിട്ട് വരും. ദുപ്പട്ടയും അതുപോലെ ലേസ് വർക്കൊക്കെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 1689 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. ഒരു ഷെയ്ഡ് കൂടിയാണ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രീനാണ്. 2 സൈഡ് വരുമ്പോൾ അതുപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലേക്ക് വരും. മിഡിൽ പോർഷനാണ് ഈ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് അതുപോലെ 1689 ആണ് റേറ്റ് വരിക. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക്